വെൽക്കം ടു മലയാളി കിച്ചൺ ഇൻ ഓസ്ട്രേലിയ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. എന്റെ ആദ്യത്തെ വീഡിയോ ചീര സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു. അത് കണ്ടിട്ട് ഒത്തിരി പേര് നല്ല കമന്റ്സും ഫീഡ്ബാക്ക് ഒക്കെ തന്നു. എനിക്ക് പേഴ്സണലി ഒത്തിരി മെസ്സേജസ് അയച്ചു തന്നു. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ ഒത്തിരി നല്ല നല്ല കമന്റ്സ് എന്നോട് പറഞ്ഞത്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാപ്പിയാണ്, ചുക്ക് കാപ്പി. ചുക്ക് കാപ്പി എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്ക് അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി വയ്യായികയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ചുക്ക് കാപ്പി ഇട്ട് കുടിക്കാറുണ്ട്. ഇന്നത്തെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചുക്ക് കാപ്പി എന്ന് പറയുന്നത് എന്റെ വീട്ടില് എന്റെ അച്ഛൻ എനിക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, ഒരു സ്പെഷ്യൽ കാപ്പിയാണ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത്, ഞാനിത് കുടിച്ചിട്ട് എനിക്ക് ഈ ശ്വാസം മുട്ട് ചുമയൊക്കെ ഉള്ള കൂട്ടത്തില് എനിക്ക് പെട്ടെന്ന് കഫക്കെട്ടൊക്കെ ഉണ്ടാകുന്ന ശരീരപ്രകൃതമാണ്. അപ്പോ കഫമൊക്കെ ഒത്തിരി ഇങ്ങനെ കൂടിക്കഴിഞ്ഞ് ശ്വാസം മുട്ട് വരാറുണ്ട്. ആ ടൈമിൽ എന്റെ അച്ഛൻ എനിക്കിട്ട് തരുന്ന ഒരു സ്പെഷ്യൽ കാപ്പിയാണ്. ഇത് കുടിച്ച് സാധാരണ 2 നേരമൊക്കെ കുടിച്ചു കഴിയുമ്പോൾ ഇതെനിക്ക് ചുമയൊക്കെ ഒത്തിരി കുറയാറുണ്ട്, കഫം ഒത്തിരി മാറാറുണ്ട്. പിന്നെ ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം കഫത്തിന് ഒത്തിരി നല്ലതായിട്ടുള്ളതാണ്, തൊണ്ടവേദനയ്ക്ക് ഒത്തിരി നല്ലതാണ്. പനിയൊക്കെ വരുമ്പോൾ നമുക്ക് ഇട്ട് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു കോഫിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എസ്പെഷ്യലി ഈ ഒരു കോവിഡ് സമയത്ത് ഈ കാപ്പി എന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒത്തിരി നല്ലതാണ്. അപ്പോ നിങ്ങളിത് എങ്ങനെയാ ഇടുന്നതെന്ന് നോക്കുക. പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്നില്ല. ഞാൻ ആ വീഡിയോ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അത് എഴുതി ഇടുന്നതായിരിക്കും എന്തൊക്കെയാ വേണമെന്നുള്ളത്. അപ്പം കാപ്പി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിലും നല്ല ട്രഡീഷണൽ ആയിട്ടും ഉണ്ടാക്കുന്ന ഒരു കാപ്പിയാണ്. പിന്നെ ഞാനൊരു ഡോക്ടർ അല്ല, അതുകൊണ്ട് ഇതിന്റെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ട്രഡീഷണലി വീട്ടിലുണ്ടാക്കുന്ന ഒരു കാപ്പി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ റെസിപ്പി ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം എന്നോട് പറയുന്നത് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോ ഞാൻ ഇനി ഇട്ട് വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് എങ്ങനെ കാപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അടികട്ടിയുള്ള പാത്രത്തിൽ നമ്മളൊരു 2.5 ഗ്ലാസ് വെള്ളം അളന്നൊഴിച്ചു വെക്കുവാണ്. നമ്മൾ ചായ ഇടുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ പാല് കാച്ചുന്ന പാത്രത്തിലോ ഒക്കെ വെച്ചിരുന്നാൽ മതി. വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളം തിളയ്ക്കണമെന്നില്ല. ഈ കൂട്ടത്തിൽ തന്നെ തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒഴിച്ച ശേഷം തന്നെ കരിപ്പട്ടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടാം. ഇനി മധുരത്തിനാവശ്യത്തിന് കൽക്കണ്ട്. എൻ്റെ കയ്യിൽ വെള്ള കൽക്കണ്ട ഉണ്ടായിരുന്നത്. എപ്പോഴും മെഡിസിനലായിട്ട് നല്ലത് പനം കൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബ്രൗൺ കളറിൽ കിട്ടുന്നതാണ്. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണോളം ചുക്കുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ മുഴുവൻ ചുക്കാണുള്ളതെന്നുണ്ടെങ്കിൽ അതൊന്ന് ചതച്ചിട്ട് അതിട്ട് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ചുക്ക് പൊടിയായിരുന്നത്, അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി ഇട്ടു. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താലും നല്ലതാണ്. പിന്നെ ഒരു 3-4 ഏലക്ക തൊലി കളഞ്ഞിട്ട് അതിനകത്ത് കുരു മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. അടുത്തത് ഓപ്ഷണലാണ്, കാപ്പിപ്പൊടി. അതൊരു 1/4 ടീസ്പൂണോളം ഞാൻ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തുളസിയുടെ പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ തുളസി ഫ്രഷ് ആയിട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ട് നമുക്ക് തുളസിയുടെ ഒരു തണ്ടെങ്ങാനും മുറിച്ച് നന്നായിട്ട് കഴുകി അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. എനിക്കത് ഇവിടെ കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ പൊടി കടയിൽ നിന്ന് മേടിച്ചു വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് അറിയാം കരിപ്പെട്ടിയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്.
ഇതൊരു 2 ദിവസം വരെയൊക്കെ ഇരുന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി കുടിക്കാവുന്നതാണ്. നല്ലൊരു കാപ്പിയാണ്. നമുക്ക് ഈ കഫത്തിനും ചുമയ്ക്കും ഒക്കെ ഒത്തിരി നല്ലതായിട്ടുള്ളൊരു കാപ്പിയാണ്. ചെറിയ ചൂടോടുകൂടി തന്നെ ഈ കാപ്പി എപ്പോഴും കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ കുരുമുളക് കുറച്ചുകൂടി വേണം എന്നുള്ളവർക്ക്, കുറച്ചുകൂടി എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുരുമുളക് തൊണ്ടയ്ക്ക് ഒത്തിരി നല്ലതാണ്, നമ്മുടെ വോയിസിനൊക്കെ ഒത്തിരി നല്ലതാണ്, കഫം മാറാനും ഒക്കെ ഒത്തിരി നല്ലതാണ് കുരുമുളക്. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല വെട്ടി തിളയ്ക്കണം. വെട്ടി തിളച്ച ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് തണുത്ത് ചെറു ചൂടോടുകൂടി നമുക്കിത് കുടിക്കാവുന്നതാണ്. രണ്ട് ദിവസം ഇരുന്നാലും നമ്മളിതിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് ആ ചെറു ചൂടോടുകൂടി തന്നെ കുടിക്കാവുന്നതാണ്. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയ ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് കുടിക്കാം നമുക്കിത്. അപ്പൊ ഇത് എന്റെ ചുക്ക് കാപ്പി റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറിയ ചൂടേ ഉള്ളൂ ഇപ്പോ. ഇത് നല്ല ടേസ്റ്റ് ആണ്, നല്ല മെഡിസിനൽ ആയിട്ടുള്ള ഒരു കാപ്പിയാണ്. പിന്നെ ഇതിലിട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇത് ഒരുപാട് അങ്ങ് കയ്പോ ഒന്നും ഉള്ള കാപ്പിയല്ല, നല്ല മധുരമാണ്. മധുരമാണെങ്കിലും അത് ഹെൽത്തി ആയിട്ടുള്ള മധുരമാണ്. നമ്മൾ ഇട്ടിരിക്കുന്ന കൽക്കണ്ടൊക്കെയാണ്, കൽക്കണ്ടും കരിപ്പട്ടിയൊക്കെയാണ്. അപ്പൊ അത് ഒത്തിരി നല്ലതാ, നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും നല്ലതാ. തൊണ്ടവേദന, ചുമ, കഫം ഇതിനൊക്കെ നല്ലതാണ്. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം നമുക്ക് ഈ കാപ്പി ഒന്ന് കുടിച്ചു നോക്കാം. നന്നായിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ പറഞ്ഞ കൂട്ട് തന്നെ ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എനിക്ക് കമന്റ് ഇട്ട് തരിക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ബൈ.